നമസ്കാരം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കെമിസ്ട്രി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായ സൊല്യൂഷൻസ് എന്ന യൂണിറ്റിൻ്റെ ആദ്യ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ പൊതുപരീക്ഷയ്ക്ക് 5 മാർക്കിൽ കുറയാത്ത ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പൊതുപരീക്ഷകൾക്കും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിച്ച് ആണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറയുമ്പം സൊല്യൂഷൻസ് ആർ ഹോമോജീനസ് മിക്സർ ഓഫ് 2 or more കമ്പോണൻസ്. അധികമോ കമ്പോണൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഹോമോജിനസ് ആയിട്ടുള്ള മിക്സറാണ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിലെ കമ്പോണൻറ്റുകൾ സോൾവെൻ്റ് ആണ്. സോൾവെൻ്റ് നമ്മളിതിനെ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന ലെറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ 1 എന്നൊരു സിമ്പിൾ ഉപയോഗിച്ചോ റെപ്രസെൻ്റ് ചെയ്യും. ഒരു സൊല്യൂഷനിൽ കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോൾവെൻ്റ്. ഇനി അതുപോലെ കുറഞ്ഞ അളവിൽ പ്രസൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകളെ സൊല്യൂട്ടുകൾ എന്ന് പറയാം. സൊല്യൂട്ടിനെ നമുക്ക് ബി എന്ന ലെറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ 2 എന്ന സിമ്പിൾ ഉപയോഗിച്ചോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ പരിഗണിക്കുന്നത് കൂടുതലായി ബൈനറി സൊല്യൂഷനുകളാണ്. ബൈനറി സൊല്യൂഷനുകൾ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് കോൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി 2 കമ്പോണൻസ്, സോൾവെന്റും ഒരു സൊല്യൂട്ടും. കൂടിയ അളവിലുള്ള ആള് സോൾവെന്റ് ക്യാപിറ്റൽ ലെറ്റർ എ, കുറഞ്ഞ അളവിലുള്ള ആള് സൊല്യൂട്ട് ക്യാപിറ്റൽ ലെറ്റർ ബി. അപ്പൊ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, എന്താ, സൊല്യൂഷൻസ് എപ്പോഴും ലിക്വിഡ് ഫോമിൽ നിൽക്കും എന്നൊരു ചിന്ത. അതായത് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും സോൾവെന്റ് ആയിട്ട് നമ്മൾക്ക് വാട്ടറിനെയും അതുപോലെ സൊല്യൂട്ടായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ പോലെയൊക്കെ ഉള്ള സോളിഡ് ആയിട്ടുള്ളതായിട്ട് നമ്മൾ ചിന്തിക്കും. അതാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. സൊല്യൂഷൻസിന് ഏത് ഫിസിക്കൽ സ്റ്റേറ്റ് വേണമെങ്കിലും ആകാം. അങ്ങനെ നമുക്ക് 9 തരത്തിലുള്ള സൊല്യൂഷനുകൾ ചുറ്റുപാടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സൊല്യൂട്ടിൻ്റെയും സോൾവെന്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 9 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ നോക്കൂ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സോൾവെന്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിരിക്കും. നോക്കാം നമുക്ക് ആദ്യം സോളിഡ് സൊല്യൂഷന്. അപ്പോൾ സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിലെ സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നോക്കൂ, സോൾവെന്റ് ആയിട്ട് സോളിഡ് ആയിരിക്കും എപ്പോഴും. പക്ഷെ നമുക്ക് സൊല്യൂട്ടായിട്ട് ഫിസിക്കൽ സ്റ്റേറ്റ് നമുക്ക് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. നോക്കൂ, ആദ്യത്തെ സോളിഡ് ഇൻ സോളിഡ് ടൈപ്പ് സൊല്യൂഷനാണ്. അതായത് കുറച്ച് സോളിഡ് ഏറെ സോളിഡിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന ഒരു ഹോമോജനസ് മിക്സർ, സോളിഡ് സൊല്യൂഷൻ. അപ്പൊ അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അലോയ്സ് ആണ്, ലോഹസങ്കരങ്ങൾ. നമുക്ക് ഡെയിലി ലൈഫിൽ ഏറെ അലോയ്സ് നമുക്കറിയാം. ഉദാഹരണം പറയുന്നത് നമ്മുടെ ഓർണമെന്റ്സ്, നമ്മൾ 916 ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 916 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 91.6% ഗോൾഡ് ആണ്. അപ്പൊ ഗോൾഡ് ആണ് അവിടുത്തെ കൂടിയ അളവിലുള്ള ആള്, അതാണ് അവിടുത്തെ സോൾവെന്റ്. ഇനി അതിനകത്ത് റിമൈനിങ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞ നമ്മുടെ കാഡ്മിയമോ ഇറിഡിയമോ കോപ്പർ പോലുള്ള മെറ്റൽസ് ആണ്. അപ്പൊ അതാണ് അവിടുത്തെ സൊല്യൂട്ട്. പക്ഷെ നമുക്കറിയാം, നമ്മളൊരു ഓർണമെന്റ് ഏത് നോക്കിയാലും നല്ല ഹോമോജിനസ് ആയിട്ട് എല്ലാ ഭാഗവും ഒരേപോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ സോളിഡ് ഇൻ സോളിഡ് ടൈപ്പ് സൊല്യൂഷൻസിന് ബെറ്റർ എക്സാമ്പിൾസ് ആണ് നമ്മുടെ അലോയ്സ് എന്ന് പറയുന്നത്. അടുത്തതായി നോക്കൂ, കുറച്ച് ലിക്വിഡ് ഏറെ സോളിഡിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന ഒരു സൊല്യൂഷൻ. അപ്പൊ അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അമാൽഗംസ് ആണ്. അമാൽഗമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറിയുടെ അലോയികളാണ്. മെർക്കുറി നമുക്ക് എല്ലാവർക്കും അറിയാം. മെർക്കുറിയുടെ പ്രത്യേകത എന്താണ്? ഒരു ലിക്വിഡ് സ്റ്റേറ്റ്, 0 ഡിഗ്രി സെൽഷ്യസിൽ പോലും ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരു മെറ്റലാണ് മെർക്കുറി. നമ്മുടെ ചേമ്പിലയിൽ വെള്ളം വീണാൽ എന്ത് സംഭവിക്കുമോ അതുപോലെ ഒഴുകി നടക്കുന്ന ഒരു ലിക്വിഡാണ്. പക്ഷേ ഈ മെർക്കുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മെർക്കുറി ആണെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സോഡിയം പോലുള്ള മെറ്റൽസിലേക്ക് അവ വേഗം നമ്മുടെ കാന്തം പിടിക്കുന്നത് പോലെ വന്നങ്ങ് അട്രാക്ട് ചെയ്യുകയും ഒരു ഹോമോജിനസ് ആയിട്ടുള്ള ഒരു ഫോമായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഗോൾഡ് മെർക്കുറി അമാൽഗം അല്ലെങ്കിൽ സോഡിയം മെർക്കുറി അമാൽഗം എല്ലാം ഈ രീതിയിൽ നമുക്ക് സോളിഡ് സൊല്യൂഷൻസ്, ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി നോക്കൂ, നമ്മുടെ സൊല്യൂട്ട് ഗ്യാസും സോൾവെന്റ് സോളിഡുമായിട്ട് വരുന്ന സോളിഡ് സൊല്യൂഷൻ. അപ്പൊ ഗ്യാസ് ആൻഡ് സോളിഡ് എന്ന് പറയുമ്പോൾ ഇതിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് പറയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ്. പലേഡിയം, പ്ലാറ്റിനം, നിക്കൽ പോലുള്ള മെറ്റൽസിന്റെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസസിലേക്ക് ഹോമോജിനസ് ആയിട്ട് നമുക്ക് ട്രാപ്പ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു സോളിഡ് സൊല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
അപ്പം ആദ്യം സൂചിപ്പിച്ച 3 സോളിഡ് സൊല്യൂഷനുകളാണ്. അതിനകത്ത് സൊല്യൂട്ട് സോളിഡോ ലിക്വിഡോ ഗ്യാസോ വേണമെങ്കിലും ആകാം. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഓരോന്നും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ലിക്വിഡ് സൊല്യൂഷനുകളാണ്. നമുക്ക് ഏറ്റവും പരിചയമുള്ളത് ലിക്വിഡ് സൊല്യൂഷനുകളാണ്. നമുക്ക് ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതും ലിക്വിഡ് സൊല്യൂഷനുകളാണ്. അപ്പൊ ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? വാട്ടർ ആയിരിക്കുകയും ചെയ്യും. വാട്ടർ ഉള്ള സൊല്യൂഷൻസ് എല്ലാം നമ്മൾ പൊതുവെ വാട്ടറിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത്. നോക്കൂ, ആദ്യത്തെ സോളിഡ് ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻസ് ആണ്. സോളിഡ് ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പം ഷുഗറോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡോ ഗ്ലൂക്കോസിന്റെ ഒക്കെ സൊല്യൂഷനുകൾ, സൊല്യൂഷനുകൾ, അതെല്ലാം സോളിഡ് ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷനുകൾക്ക് എക്സാമ്പിൾ ആണ്. അടുത്തതായി നോക്കൂ, ലിക്വിഡ് ആണ് സോൾവെന്റ്. അതേപോലെ ലിക്വിഡ് തന്നെ കുറഞ്ഞ അളവിലുള്ള മറ്റൊരു ലിക്വിഡ് ആയിരിക്കും അവിടുത്തെ സൊല്യൂട്ട്. ആൽക്കഹോളും വാട്ടറും ഏത് കോമ്പോസിഷനിലായാലും അത് ഹോമോജനസ് ആയിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ലിക്വിഡ് സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. മൂന്നാമതായിട്ട് നോക്കൂ, ഗ്യാസിൻ ലിക്വിഡ് ആണ്. നമുക്കറിയാം സോഡാ വാട്ടർ എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടുത്തെ സൊല്യൂട്ട്, വാട്ടർ ആണ് അവിടുത്തെ സോൾവെന്റ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിൽ തന്നെ ഇപ്പം എന്തുണ്ട്, ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഡിസോൾവ്ഡ് ഓക്സിജനെയാണ് അക്വാട്ടിക് ക്രിയേച്ചേഴ്സ് ഇൻഹെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ ഇൻ വാട്ടറോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ സൊല്യൂഷൻസ് എല്ലാം ഈ ഗ്യാസിൻ ലിക്വിഡ് ടൈപ്പ് ആയിട്ടുള്ള ഹോമോജനസ് മിക്സറാണ് അല്ലെങ്കിൽ സൊല്യൂഷനുകളാണ്. ഇനി അടുത്ത മൂന്നാമതായിട്ട് ഗേഷ്യസ് സൊല്യൂഷനുകളാണ്. അപ്പൊ ഗേഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം സോൾവെന്റ് എന്ന് പറയുന്നത് ഉറപ്പായും ഗ്യാസ് ആയിരിക്കും. സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. അപ്പൊ ആദ്യത്തേത് സോളിഡ് ഇൻ ഗ്യാസ് ടൈപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്, ഹോമോജനസ് മിക്സർ ആണ്. നമുക്കറിയാം സബ്ലൈമബിൾ നാച്ചുറൽ സോളിഡ് എന്ന് പറയുമ്പോൾ നാഫ്തലീൻ, നമ്മുടെ പാറ്റ ഗുളിക, കാംഫർ, അതുപോലെ കർപ്പൂരം, അയോഡിൻ തുടങ്ങിയ സോളിഡുകളെ നമ്മളിപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു നൈട്രജൻ ചേമ്പറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സബ്ലൈം ചെയ്ത് ആ ഒരു ക്ലോസ്ഡ് ചേമ്പറിൽ നൈട്രജനുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹോമോജനസ് മിക്സറായിട്ട് മാറും. അപ്പൊ ആ രീതിയിൽ സോളിഡ് ഇൻ ഗ്യാസ് ടൈപ്പ് സൊല്യൂഷന്റെ ഒരു എക്സാമ്പിൾ ആണ് കാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. രണ്ടാമത് നോക്കൂ, ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ്. ഈസിലി വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡുകളുണ്ട്. ഈസിലി വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറയുമ്പം ക്ലോറോഫോം ഉണ്ട്, ഈതർ ഉണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡുകളെ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വെസൽ നൈട്രജൻ ചേമ്പറിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ലിക്വിഡുകൾ വേപ്പറൈസ് ചെയ്തിട്ട് ആ നൈട്രജനുമായി ചേർന്ന് ഒരു ഹോമോജനസ് മിക്സറായിട്ട് മാറാം. അതാണ് ഈതർ ഇൻ നൈട്രജൻ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് ലിക്വിഡ് ഇൻ ഗേഷ്യസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. മൂന്നാമതായിട്ട് ഗ്യാസിൻ ഗ്യാസ് ടൈപ്പ് സൊല്യൂഷൻ ആണ്. ഓക്സിജനും നൈട്രജനും കൂടെ നമ്മളങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ ഉറപ്പായും ഏത് കോമ്പോസിഷനിലും ഒരു ഹോമോജനസ് ആയ ഒരു മിക്സറായിട്ട് മാറും. അവിടെ നൈട്രജൻ ആണ് നമ്മുടെ സോൾവെന്റ്, ഓക്സിജൻ ആണ് അവിടുത്തെ സൊല്യൂട്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എയർ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഹോമോജനസ് എന്ന് പറയാൻ കഴിയത്തില്ല, കാര്യം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വരുന്നത് കൊണ്ടാണ്. എന്നാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡോ ഓക്സിജനോ ഹൈഡ്രജനോ വല്ലതും നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ഹോമോജനസ് ആയിട്ടുള്ള ഒരു മിക്സറായിട്ട് മാറി നമുക്കൊരു ഗേഷ്യസ് സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ 9 ടൈപ്പിലുള്ള സൊല്യൂഷനുകളാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. അതിന്റെ എല്ലാം എക്സാമ്പിൾസും നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ആണ്. നമുക്കറിയാം ഒരു സൊല്യൂഷൻ ഹോമോജനസ് ആയ ഒരു മിക്സറാണ് നമുക്ക് പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അതിൽ എത്രമാത്രം സൊല്യൂട്ടും എത്രമാത്രം സോൾവെന്റും അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പ്രകടിപ്പിക്കുവാൻ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൈല്യൂട്ട് സൊല്യൂഷൻസും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനുകളും ഉണ്ട്. അപ്പൊ സൊല്യൂട്ടിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അളവ് കൂടിയതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനും സൊല്യൂട്ടിന്റെ അളവ് കുറഞ്ഞതിനെ നമ്മൾ എന്ത് പറയും? ഡൈല്യൂട്ട് സൊല്യൂഷൻ. അപ്പൊ എപ്പോഴും കൂടുതലും ഈ സൊല്യൂഷനകത്ത് സൊല്യൂട്ടിനാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ പറയുന്നത്. അങ്ങനെയാണ്, കാര്യം സോൾവെന്റ് അത്ര കൂടിയ അളവിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പൊ ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന കുറെ പാരാമീറ്റേഴ്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന 4 ടേമുകൾ, 4 സിമ്പിളുകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നേരത്തെ തന്നെ സൂചിപ്പിച്ച് സോൾവെന്റ് എയും സൊല്യൂട്ട് ബിയുമാണ്. WA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. സോൾവെന്റിന്റെ, നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റിന്റെ അല്ലെങ്കിൽ സൊല്യൂഷനിലുള്ള സോൾവെന്റിന്റെ ഗ്രാമിലുള്ള ഭാരത്തിനെയാണ് നമ്മൾ WA. അപ്പൊ മാസ് എന്ന് വേണമെങ്കിലും പറയാം, പക്ഷെ നമ്മൾ അത് WA ഈസ് മാസ് ഓർ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. WB സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് സൊല്യൂട്ടിന്റെ ഗ്രാമിലുള്ള വെയിറ്റ് അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ ഗ്രാമിലുള്ള മാസ്. ഓക്കെ, മൂന്നാമത്തെ MA എന്നൊരു റെപ്രസെന്റേഷൻ ആണ്. MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് ഓഫ് സോൾവെന്റ്, സോൾവെന്റിന്റെ മോളാർ മാസ്. MB
സൊല്യൂട്ടുമാണ്. മോളാർ മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം ഗ്രാം പെർ മോൾ എന്നാണ്. എങ്ങനെയാണ് മോളാർ മാസ് കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. നമുക്ക് സോൾവെന്റ് ആയാലും സൊല്യൂട്ട് ആയാലും ആ സബ്സ്റ്റൻസിന്റെ മോളിക്കുലാർ ഫോർമുല അറിയാമെങ്കിൽ ആ മോളിക്കുലാർ ഫോർമുലയിലുള്ള ആറ്റങ്ങളുടെ അറ്റോമിക് മാസുകൾ കൂട്ടിയിട്ട് അതിനെ ഗ്രാം യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പെക്റ്റീവ് ആയതിന്റെ മോളാർ മാസ് കിട്ടുകയും ചെയ്യും. അപ്പൊ മോളാർ മാസാണ് കുട്ടികൾക്ക് മിക്കവാറും ഒക്കെ തെറ്റുന്നത്. അവിടെ തെറ്റിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന്റെ മുഴുവൻ മാർക്ക് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം മോളാർ മാസ് ഓർക്കുക. അപ്പൊ WA, WB, MA, MB ഈ 4 ടേമുകളും എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുവാനുള്ള ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതാണ്. W/W പെർസെൻറ്റേജ് എന്നതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ സാധാരണ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആകെ ഉള്ളത് 100 ഗ്രാം ആണെങ്കിൽ അല്ലെങ്കിൽ 100 പാർട്ടാണെങ്കിൽ അതിൽ എത്ര പാർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പോണന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു സൊല്യൂട്ടിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. അപ്പൊ സൊല്യൂഷന്റെ ആകെ ഭാരം 100 ഗ്രാം ആണെങ്കിൽ അതിൽ എത്ര ഗ്രാം ആണ് സൊല്യൂട്ട് എന്ന് പറയുന്നതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഇക്വേഷൻ നോക്കൂ. W/W പെർസെന്റ് ഓഫ് B. കാര്യം ഇതിൽ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലമേ ചോദിക്കുന്നെങ്കിൽ കാണാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ നമുക്ക് സഫീഷ്യന്റ് ആണ്. മനസ്സിലാക്കാൻ കൂടുതൽ നല്ലതും ഈ ഇക്വേഷൻ ആണ്. B ഈസ് ഈക്വൽ ടു അപ്പൊ ബിയുടെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബിയുടെ വെയിറ്റ് WB ഡിവൈഡഡ് ബൈ നമ്മൾ പരിഗണിക്കുന്നത് ബൈനറി സൊല്യൂഷനുകൾ ആയതുകൊണ്ട് ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WA പ്ലസ് WB. ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റ്. ഒരു പക്ഷേ സോൾവെന്റും ഏറെ സൊല്യൂട്ടും ഉണ്ടെങ്കിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ആയിരിക്കണം ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത്. പക്ഷെ സാധാരണ ബൈനറി സൊല്യൂഷനുകളാണ് വരുന്നുള്ളത് കൊണ്ട് ഡിനോമിനേറ്ററിൽ എടുത്തു കഴിയുമ്പോൾ അത് ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ കിട്ടുന്നു. നമുക്ക് പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് കിട്ടുന്നു. ഇനി ഒരു പക്ഷേ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെന്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? WA ഡിവൈഡഡ് ബൈ WA പ്ലസ് WB ഇൻറ്റു 100 എന്ന് എടുക്കാം. അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ സോൾവെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 100ൽ നിന്ന് അങ്ങ് സബ്ട്രാക്ട് ചെയ്താലും മതിയാവും. എക്സാമ്പിൾ ആയിട്ടുണ്ട്. അപ്പൊ 20% W/W ഗ്ലൂക്കോസ് അക്വസ് സൊല്യൂഷൻ എന്നൊക്കെ എവിടെയെങ്കിലും നമ്മൾ കണ്ടാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 20 ഗ്രാം ഗ്ലൂക്കോസും പ്ലസ് 80 ഗ്രാം വാട്ടറും രണ്ടും കൂടെ ചേരുമ്പോൾ 100 ആകുന്നു എന്ന് നമുക്ക് പലപ്പോഴും 20% W/W ഗ്ലൂക്കോസ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ അക്വസ് സൊല്യൂഷൻ എന്നുള്ളൊരു ചിന്ത വെച്ചുകൊണ്ട് 20 ഗ്രാം ഗ്ലൂക്കോസ് പ്ലസ് 80 ഗ്രാം വാട്ടർ നമ്മൾ മനസ്സിലാക്കി പ്രോബ്ലം ചെയ്യുക. അപ്പൊ WB 20 ഗ്രാമും WA എന്ന് പറയുന്നത് 80 ഗ്രാമുമായിട്ട് പരിഗണിക്കാം. എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു പാരാമീറ്റർ ആണ് വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതൊക്കെ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. V/V പെർസെൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ പറയാം. ബി എന്ന് പറയുന്ന കമ്പോണന്റിന്റെ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വോളിയം, ആ കമ്പോണന്റിന്റെ വോളിയം ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം. വേണമെങ്കിൽ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് VA പ്ലസ് VB എന്ന് വേണമെങ്കിൽ എഴുതാം. എന്തായാലും ആ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം ഡിനോമിനേറ്ററിലും കമ്പോണന്റിന്റെ വോളിയം എടുക്കുക. പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൽക്കഹോൾ സൊല്യൂഷൻ V/V എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം 10 ml ആൽക്കഹോളും പ്ലസ് 90 ml വാട്ടറുമാണെന്ന് നമുക്ക് കരുതാം. 100 ml ആണ് മില്ലി ലിറ്ററിൽ നമ്മൾ വോളിയം പരിഗണിക്കുകയാണെങ്കിൽ വോളിയം 100. അതിൽ എത്ര വോളിയമാണ് നമ്മൾ പരിഗണിക്കുന്ന സൊല്യൂട്ട് എന്ന് പറയുന്നതാകും നമ്മുടെ വോളിയം പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജും വോളിയം പെർസെൻറ്റേജും. മൂന്നാമതായിട്ട് നമുക്കിനി പറയുവാനുള്ളത് മാസ് പെർ വോളിയം പെർസെൻറ്റേജ് ആണ്. നമ്മൾ സാധാരണ ഈ മെഡിസിൻസും അതുപോലെ തന്നെ ഫാർമസിയിലും ഒക്കെ ആകെ 100 ml സൊല്യൂഷനിൽ എത്ര മാസ് സൊല്യൂട്ട് പ്രസന്റ് ആയിട്ടുണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സാറിന് ഈ പാരസിറ്റമോളൊക്കെ ചിലപ്പോൾ സിറപ്പുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കാണാം 3% W/V പെർസെൻറ്റേജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടോ റേഷ്യോ ഉണ്ട്. എങ്ങനെയാണ് മാസ് പെർ വോളിയം പെർസെൻറ്റേജ് കണ്ടെത്തുന്നു വെച്ചാൽ ആ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂട്ടിൻ്റെയും സോൾവൻ്റ് കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആകെ വോളിയം
ഇൻറ്റു പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് മാസ് പെർ വോളിയം പെർസെൻറ്റേജ്. നാലാമത്തേതാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ. PPM എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രേസ് എമൗണ്ട് സൊല്യൂട്ടുകൾ എന്ന് വെച്ചാൽ നാമമാത്രമായ സൊല്യൂട്ടുകൾ സൊല്യൂഷനിൽ പ്രസൻ്റ് ആകുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുക. അതായത് പാർട്സ് പെർ മില്യൺ എന്ന് നമുക്കറിയാം ദശലക്ഷമാണ്. അതായത് സൊല്യൂഷൻ്റെ ആകെ മാസ് അല്ലെങ്കിൽ ആകെ വോളിയവും മാസം ആണെങ്കിലും ആകാം, പക്ഷെ നമ്മൾ മാസമാണ് കൂടുതൽ പരിഗണിക്കുക. അപ്പോൾ സൊല്യൂഷൻ്റെ ആകെ മാസ് 10⁻⁶ ഗ്രാം ആണെങ്കിൽ അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് പ്രസൻ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നതാണ് പാർട്സ് പെർ മില്യൺ. അപ്പോൾ അത് കണ്ടെത്തുന്ന ഇക്വേഷൻ നോക്കൂ. സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സൊല്യൂഷൻ അല്ലെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ, അല്ലെങ്കിൽ WA + WB എന്ന് എടുക്കാം, ബൈനറി സൊല്യൂഷനുകളാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതിനെ മില്യണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എന്തിനാണ് ഈ മില്യണിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജിൽ പറഞ്ഞുകൂടെ? പെർസെൻറ്റേജിലൊക്കെ പറയുമ്പോഴത്തേന് ആ സൊല്യൂട്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ മാസിൻ്റെ വാല്യൂ ഒക്കെ ടു സ്മോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് നെഗ്ലക്റ്റ് ചെയ്തുകൂടെ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൽ നമുക്കറിയാം, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, ഫ്ലൂറൈഡ് അയോണുകൾ മിനിമം അല്ലെങ്കിൽ 1 ppm എന്ന് പറയുന്നത് ഫ്ലൂറൈഡ് അയോൺ കോൺസെൻട്രേഷൻ എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. 1 ppm എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്നതിനകത്ത് 1 ഗ്രാം ഉണ്ടെന്നല്ല അർത്ഥം. 10⁻⁶ ഗ്രാമാണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ആകെ വെയിറ്റ് എങ്കിൽ അത്രയും 10⁻⁶ ഗ്രാമിലാണ് 1 ഗ്രാം ഫ്ലൂറൈഡ് അയോൺ ഉള്ളത്. പക്ഷേ ആ ഒരു കോൺസെൻട്രേഷൻ പോലും ഒരുപാട് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം 1 ppm താഴെയാണ് ഫ്ലൂറൈഡ് അയോണിൻ്റെ അളവെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടീത്തിനൊക്കെ ഹാംഫുൾ ആണ്, അത് പൊടിഞ്ഞു പോകാനൊക്കെ കാരണമാകും. പക്ഷെ അതേസമയം തന്നെ നോക്കൂ, 2 ppm മുകളിൽ ഫ്ലൂറൈഡ് അയോണുകൾ വാട്ടറിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് എല്ലുകൾക്കും പല്ലുകൾക്കും എല്ലാം ഹാനികരവുമാണ് കേട്ടോ. അപ്പോൾ 10⁻⁶ പോലും ഈ പറയുന്ന അളവിന് പോലും ചില ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ട്രേസ് ക്വാണ്ടിറ്റീസ് ഉള്ള സൊല്യൂട്ടുകളുടെ അളവ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് പാർട്സ് പെർ മില്യൺ. ഓക്കെ, ഇനി അടുത്ത് 5ാമത്തെ പാരാമീറ്ററാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ലെറ്ററാണ് കൈ. കണ്ടോ, എക്സ് പോലെയൊക്കെ എഴുതും, ആൽഫ ബീറ്റ എന്നൊക്കെ പറയുന്നത് പോലെ കൈ എന്നൊരു റെപ്രസെൻറ്റേഷൻ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ ബി ഈസ് ഈക്വൽ ടു ഫ്രാക്ഷനാണ്, മോളുകളുടെ ഫ്രാക്ഷനാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ Na + Nb. കണ്ടോ, അപ്പോൾ കൈ ബി ഈസ് ഈക്വൽ ടു Nb ഡിവൈഡഡ് ബൈ Na + Nb. ഇനി ഈ Nb എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ Na എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. അത് സോൾവെൻറ്റിൻ്റെ വെയിറ്റിനെ സോൾവെൻറ്റിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടും. ഇനി ഒരു സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനും കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ സിമിലർലി അതിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ബൈനറി സൊല്യൂഷനുകളായതുകൊണ്ട് തന്നെ ഒരാളുടെ നമ്പർ ഓഫ് മോൾസിൽ നിന്നും മോൾ ഫ്രാക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ 1ൽ നിന്നും ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടേം. അടുത്തത് 6ാമത്തെ പാരാമീറ്ററാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ M വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ +1 പഠിച്ചിട്ടുള്ളൊരു ടേമാണ്. അപ്പോൾ മൊളാരിറ്റി ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് എ സൊല്യൂഷൻ. അതായത് നമ്മൾ പരിഗണിക്കുന്ന ഓരോ ലിറ്റർ സൊല്യൂഷനിലും എത്ര നമ്പർ ഓഫ് മോൾ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോളുകൾ എത്ര എണ്ണം ഉണ്ട്. പലപ്പോഴും നമ്മൾ നമ്പർ ഓഫ് സൊല്യൂട്ട് എന്ന് പറയരുത്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് എ സൊല്യൂഷൻ ഈസ് കാൾഡ് മൊളാരിറ്റി എന്ന് പറയും. എന്നാൽ നോക്കൂ, മൊളാരിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ഇക്വേഷനുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഇക്വേഷൻ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം ക്യാപിറ്റൽ ലെറ്റർ M മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് Nb ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്ന് പറയും. അപ്പോൾ പെർ ലിറ്റർ, ഇപ്പോൾ 10 ലിറ്ററിൽ 25 മോൾ ഉണ്ടെങ്കിൽ 25 ഡിവൈഡ് ബൈ 10, അപ്പോൾ 2.5 എന്ന് പറയുന്നതായിരിക്കും മൊളാരിറ്റി. ഇനി ഒരിക്കലും നമുക്ക് നമ്പർ ഓഫ് മോൾസ് നേരിട്ട് കിട്ടാറില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യും? സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് Nb. ആ ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു VL എന്നാകുന്നു മൊളാരിറ്റിയുടെ. ഇതാണ് ഇവിടെ ബേസിക് ഇക്വേഷൻ മൊളാരിറ്റി. ഇനി പലപ്പോഴും നമുക്ക് മില്ലി ലിറ്ററിലായിരിക്കും വോളിയം തരിക.
അപ്പോൾ മില്ലി ലിറ്ററിൽ വോളിയം തരികയാണെങ്കിൽ മില്ലി ലിറ്ററിലെ വോളിയത്തിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ലിറ്ററിലെ വോളിയമായി മാറുക. അപ്പോൾ VmL ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്ന ടേം നമ്മൾ ഈ VLന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതുപോലൊരു ഇക്വേഷനായിട്ട് മാറും. ദാറ്റ് ഈസ് M ഈസ് ഈക്വൽ ടു WB × 1000 ഡിവൈഡഡ് ബൈ MB × VmL. പക്ഷേ എങ്കിലും നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതിയാവും. ഇനി ചില ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് മാസ് പെർസെൻറ്റേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാസ് പെർസെൻറ്റേജും സൊല്യൂഷൻ്റെ ഡെൻസിറ്റിയും മാത്രം തന്നാൽ മൊളാരിറ്റി കണ്ടെത്താനുള്ള ഒരു ഷോർട്ട് ഇക്വേഷനാണ്. ഉണ്ടോ? കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി D × 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എടുക്കുകയാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൊളാരിറ്റി നമുക്ക് കണ്ടെത്താം. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കറിയാം, നേരത്തെ പറഞ്ഞിരുന്നു, പെർ ലിറ്റർ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് മൊളാരിറ്റി. അപ്പോൾ ഒരു പർട്ടിക്കുലർ മൊളാരിറ്റിയിലുള്ള ഒരു പർട്ടിക്കുലർ വോളിയം സൊല്യൂഷൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ചേഞ്ച് ആകുകയാണെങ്കിൽ സ്വാഭാവികമായും മൊളാരിറ്റിയും ചേഞ്ച് ആകും. അങ്ങനെയാണെങ്കിൽ ആ ഫൈനൽ മൊളാരിറ്റി കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് M1V1 ഈസ് ഈക്വൽ ടു M2V2. M1ഉം V1ഉം എന്ന് പറയുന്നത് ഇനിഷ്യൽ മൊളാരിറ്റിയും ഇനിഷ്യൽ വോളിയവുമാണ്. M2ഉം V2 എന്ന് പറയുന്നത് ഫൈനൽ മൊളാരിറ്റിയും ഫൈനൽ വോളിയവുമാണ്. ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ഫൈനൽ അല്ലെങ്കിൽ ഇനിഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും 3 പാരാമീറ്റർ നോൺ ആവുകയും ഒരു പാരാമീറ്റർ അൺനോൺ ആവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി മൊളാരിറ്റിക്ക് കൃത്യമായ യൂണിറ്റ് ഉണ്ട്. നമുക്കതിനെ ക്യാപിറ്റൽ M ഓർ മോളാർ എന്ന് പറയാം, അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ടേം വെച്ച് നമുക്ക് മൊളാരിറ്റിയുടെ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യാനും സാധിക്കും. 7ാമത്തെ പാരാമീറ്റർ, ലാസ്റ്റ് പാരാമീറ്റർ മൊളാലിറ്റി ആകുന്നു. സ്മോൾ ലെറ്റർ M വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ മൊളാലിറ്റി ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെൻറ്റ്. നേരത്തെ നമ്മൾ ലിറ്റർ ഓഫ് ദി സൊല്യൂഷനാണ് പരിഗണിച്ചത്. ഇവിടെ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് കിലോഗ്രാമിലാണെങ്കിൽ ഓരോ കിലോഗ്രാം സോൾവെൻറ്റിലും എത്ര നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് പ്രസൻ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നതാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ M ഈസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ WA ഇൻ kg. പക്ഷെ നമുക്കറിയാം, നമ്മൾ എല്ലാ വെയിറ്റുകളും ഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മൊളാലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലും ഇത് പ്രധാനപ്പെട്ടതാണ്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു WB × 1000 ഡിവൈഡഡ് ബൈ MB × WA. ഇതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, മോളാലെന്നോ മോൾ കിലോഗ്രാം ഇൻവേഴ്സോ ആണ് ഈ മൊളാലിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ നമ്മളിപ്പം റീസെൻ്റായിട്ട് മൊത്തം നമുക്ക് 7 പാരാമീറ്ററുകൾ നമ്മൾ പറഞ്ഞെങ്കിലും മൊളാലിറ്റിയും തമ്മിൽ പലപ്പോഴും ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് ഏതാണ് ബെറ്റർ ക്വാണ്ടിറ്റി എന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ മൊളാലിറ്റിയാണ് ഇതിനകത്തുള്ള ബെറ്റർ ക്വാണ്ടിറ്റി. കാരണം മൊളാലിറ്റി എന്ന് പറയുന്നത് വെയിറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. വെയിറ്റ് മാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. മാസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ടെമ്പറേച്ചർ മാറുമ്പോൾ മാറില്ല. പക്ഷേ മൊളാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം മൊളാരിറ്റി വോളിയം ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൊളാരിറ്റി വോളിയം ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് വോളിയം മാറും. വോളിയം മാറിക്കഴിഞ്ഞാൽ മൊളാരിറ്റിയും ചെറിയ തോതിൽ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൊളാലിറ്റി ഈസ് കൺസിഡർഡ് ആസ് എ ബെറ്റർ ക്വാണ്ടിറ്റി ദാൻ മൊളാരിറ്റി എന്നാണ് ഓർക്കേണ്ടത്. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ തുടങ്ങിയവയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ധാരാളം പ്രോബ്ലങ്ങൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന സമയത്ത് അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടത്. എന്താ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദി മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി ഓഫ് 10% W/W aqueous glucose solution. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് 10% aqueous glucose solution എന്ന് പറഞ്ഞാൽ 10 ഗ്രാം ഗ്ലൂക്കോസ് പ്ലസ് 90 ഗ്രാം വാട്ടർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ WB എന്ന് പറയുന്നത് 10 ഗ്രാം ആകും, WA 90 ഗ്രാമും ആകുന്നു. മോളാർ മാസ് ആണ്. ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് 180 ആണ്. അറ്റോമിക് മാസുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. അതുപോലെ വാട്ടറിൻ്റെ മോളാർ മാസ് 18 മോൾ ഫ്രാക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവ ആവശ്യമാണ്. Kb ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് Kb ഈസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ Na പ്ലസ് NB. സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തുന്നു. NB ഈസ് ഈക്വൽ ടു WB 10 ആണ്, MA 180 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.055 എന്നുണ്ടാവും. അതുപോലെ Na നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്, വാട്ടറിൻ്റെ വെയിറ്റ് 90 ഗ്രാം ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോളാർ മാസ് 18. അങ്ങനെ ആകുമ്പോൾ 5 എന്ന് കിട്ടുന്നു.
ഈ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം 0.0108 എന്ന് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടുന്നു. സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് 1 - Kb സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ 0.9892 എന്ന് കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് മൊളാരിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ മൊളാരിറ്റി കണ്ടെത്താൻ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഡെൻസിറ്റിയും കൂടെ ഈ ചോദ്യത്തിന് ഉൾപ്പം തരും. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ സൊല്യൂഷൻ്റെത് 1.2 g/ml തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പം നമുക്ക് ഷോർട്ട് കട്ടിലുള്ള എളുപ്പം നമുക്ക് മൊളാരിറ്റി കണ്ടെത്താം. സാധാരണ മൊളാരിറ്റി ഇക്വേഷൻ നമുക്കറിയാം, WB × 1000 / MB × VmL. ആ ഇക്വേഷൻ വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു അല്പം കൂടെ താമസിക്കും. ഇതാകുമ്പോൾ നമുക്ക് വേഗം കണ്ടെത്താൻ സാധിക്കും. ഇതാ W/W പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10 ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.2 ആണ്. ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 180. 180 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൊളാരിറ്റിയുടെ വാല്യൂ കിട്ടും. 0.066 മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടുകയും ചെയ്യും. മൂന്നാമതായിട്ട് നമുക്കിതിൻ്റെ മൊളാലിറ്റി കണ്ടെത്തണം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ നമുക്കറിയാം, WB × 1000 ഡിവൈഡഡ് ബൈ MB × WA. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സ് നമുക്കുണ്ട്. WB 10 ആണ്, MB 180 ആണ്, WA 90 ആണ്. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.617 മോൾ കിലോഗ്രാം ഇൻവേഴ്സ് എന്ന് വരികയും ചെയ്യും. ഇതാണ് മൊളാലിറ്റി. ഇതുപോലത്തെ ഏറെ ക്വസ്റ്റ്യനുകളുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി, ഇക്വേഷൻസ് എഴുതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. സൊല്യൂഷൻസ് എന്ന അധ്യായത്തിൻ്റെ ആദ്യ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.